ചെറുകിട വ്യാപാരികളുടെ ലൈസൻസ് പുതുക്കുന്നതിനുള്ള തീയതി ഈ മാസം 30-ന് അവസാനിക്കാനിരിക്കെ കെ-സ്മാർട്ട് വഴി അപേക്ഷിക്കുന്നതിനുള്ള നിബന്ധനകൾ വ്യാപാരികൾക്ക് ഊരാക്കുടുക്കാകുന്നു. നഗരസഭ, കോർപ്പറേഷൻ പരിധിയിലെ ചെറുകിട വ്യാപാരികളാണ് കെ-സ്മാർട്ട് വഴി ലൈസൻസ് പുതുക്കേണ്ടത്. വ്യാപാരികൾ നേരിടുന്ന പ്രതിസന്ധിക്ക് പരിഹാരം കാണാമെന്ന് മന്ത്രി എം.ബി. രാജേഷ് ഉറപ്പു നൽകിയെങ്കിലും നടപടിക്രമങ്ങൾ ഇളവ് വരുത്തിയില്ലെന്ന് വ്യാപാരികൾ കുറ്റപ്പെടുത്തുന്നു. അപേക്ഷയോടൊപ്പം ഇത്തവണ ഓരോ വ്യാപാരിയും സത്യവാങ്മൂലം ഒപ്പിട്ട് നൽകണമെന്ന് സർക്കാർ ഉത്തരവിറക്കി. സെപ്റ്റംബർ വരെയുള്ള കെട്ടിട നികുതി അടച്ച രസീത് അപ്ലോഡ് ചെയ്യണം. കെട്ടിട ഉടമയാണ് കെട്ടിട നികുതി അടക്കേണ്ടത്. ചില ഉടമകൾക്ക് കെട്ടിട നികുതി കുടിശ്ശികയുമുണ്ട്. ഇതുമൂലം ലൈസൻസ് പുതുക്കാനാകാത്തവരുമുണ്ട്. ഹരിത കർമ്മസേനയ്ക്കുള്ള യൂസർ ഫീ അടയ്ക്കണമെന്നതാണ് മറ്റൊരു വ്യവസ്ഥ. പണമടച്ച ബില്ലും അപ്ലോഡ് ചെയ്യണം. മാലിന്യമില്ലാത്ത കടകളും ഫീസ് അടക്കേണ്ടി വരുന്നു. മാലിന്യമിടാൻ ജൈവം, അജൈവം, അപകടകരമായ മാലിന്യം എന്നിങ്ങനെ 3 ബിന്നുകൾ സ്ഥാപിക്കണം. ഇത് പൊതുജനങ്ങൾക്കും മാലിന്യമിടാൻ പറ്റുന്ന തരത്തിലാകണം. ഇതിനെയും വ്യാപാരികൾ എതിർക്കുന്നു. കടമയുടെ മുന്നിൽ മാലിന്യ കൂമ്പാരമാകുമെന്നും പൊതുജനങ്ങളുമായി തർക്കമുണ്ടാകാൻ സാധ്യതയുണ്ടെന്നുമാണ് വ്യാപാരികളുടെ ആശങ്ക. കടയിലെ ജീവനക്കാർക്കും ഉപയോക്താക്കൾക്കും പൊതുജനങ്ങൾക്കും ഉപയോഗിക്കാൻ കഴിയുന്ന ശുചിമുറി സംബന്ധിച്ചും സത്യവാങ്മൂലം നൽകണം. ചെറിയ കടകൾക്ക് സമീപം ശുചിമുറി സൗകര്യമില്ലെന്നതാണ് വ്യാപാരികൾ ചൂണ്ടിക്കാട്ടുന്ന പ്രശ്നം. മാലിന്യം ഉറവിടത്തിൽ സംസ്കരിക്കുന്നതിനുള്ള സംവിധാനം എന്താണെന്ന് അറിയിക്കണം. ചില വിഭാഗം വ്യാപാരികൾ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ NOCയും അപ്ലോഡ് ചെയ്യണം.